ആടുള്ള പൊമ്പിള്ളേരിൽ എങ്ങനെയുണ്ട്? വീഴത്തെ പോലത്തെ മനുഷ്യന്മാരുടെ എക്സ്ട്രാ കൊമ്പും നേറ്റൊന്നും ഇല്ല. സുന്ദരി പെണ്ണാണ് പറയുമ്പോ കല്യാണത്തി ആടെ കക്കൂസൊന്നും ഇല്ല കേട്ടാ. കക്കൂസ് ഇല്ലാണ്ട് എങ്ങനെയാന്ന് അതെല്ലാം ഓർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ വെറുതെ ബേജാറാവണ്ടപ്പാ. ബബിതേ പെണ്ണ് എം എ അടിച്ചതാട്ടാ. നമ്മളെ ബ്രിഗേഷു എം എ അല്ലേ? എം എ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഇവിടെ 10ാം ക്ലാസ് അടിക്കാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. വീടല്ലേ 10 തോറ്റ്. ആടെ എം എ പറഞ്ഞിട്ടൊരു വില ഉണ്ടായിനി. പിന്നെ എനക്കൊരു വില കുറേണ്ടാവട്ട് ഞാനും പറഞ്ഞു അമ്മയെന്ന്. സ്പോട്ടിൽ 2 പഴംപൊരി. ഡബിൾ അമ്മയെന്ന് പറയുന്നു. 4 കിട്ടിയ 16-ാം തീയതി കഴിഞ്ഞ വരും കേട്ടാ. ഇങ്ങളായിട്ട് എന്നെ കൊളാക്കാൻ നിക്കണ്ട. അച്ഛാ നമുക്ക് അങ്ങ് സെറ്റായി കളി കേട്ടാ. 40-40 വയസ്സായില്ലേ ഓന്. ഇനി ഓനെന്തിനൊരു കല്യാണം, അതും മഞ്ഞനാട്ടിന്ന്. ഈ ഇനി ഒന്നും പൊരി കയറ്റാൻ പറ്റൂലപ്പ. നമ്മളെ നാട്ടിലുള്ള പെണ്ണാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാ പാർട്ടിക്ക് ഇടപെടേനു. കുടയിൽ എല്ലാ പൊരിയിലും തോക്കുണ്ടെന്ന് അളിയാ മുറി കഴിഞ്ഞിരുന്ന കാര്യം പറയും. നിങ്ങൾ മുറിവഞ്ഞു കൊടുക്കുന്നത് പെയിന്റ് അടി ശരിയാക്കാനുള്ളതാ. ചൊറിഞ്ഞോണ്ട് അളിയാ വാ, ഒരുപാട് പൈസ സെറ്റാക്കാനുള്ളതാ. ബബിതേ ഇന്ന് എനിക്കുള്ളതാ. എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടു വരെ പോണ്ടി വന്നില്ലേ. ഓ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തേലും ഞാൻ കല്യാണം കഴിച്ചു തരുവേനു. വല്ലാണ്ട് അങ്ങ് തിടകല്ലേ. ഞാൻ നിങ്ങളെ ആങ്ങളേൻ്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പുളുത്തൂന്നല്ലേ പറഞ്ഞേ. എനിക്ക് കുടകുമായി. ഞാനെന്ത് പറഞ്ഞു? സങ്കടം കൊണ്ടാ അമ്മായി. അച്ഛൻ അച്ഛൻ എടയാ ಚೆನ್ನಾಗಿದ್ರಾ? അതെന്തായാലും ഒന്ന് സെറ്റാക്കി തരണം നിങ്ങള്. ಬ್ಯಾಕ್ ಸೈಡ್ ಅಲ್ಲಿರೋ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ನಮ್ಮ ಮನೆಯಲ್ಲ ಬಂದವರಾ? ഒരു മിനിറ്റ് ഓനാ പണീനെ മറിച്ചിട്ട്. എടാ എന്തോ പറയുന്നു. ഹായ് ഹായ്, ಚೆನ್ನಾಗಿದ್ದೀಯಾ? നിന്റെ കാർ എടുത്തുന്നാ ചോദിക്കുന്നത്. കാർ ഇവനാ. തിമ്മപ്പം മുളവന്റെ ഫോട്ടോ എടുത്തേ കാറിന്റെ മുകളിലെ ആ ഫോട്ടോ വെച്ചിട്ട് ഒരു കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ടാവും. ഇവര് മന്ദൻ. അതെ 10 പൈസ ഓൻ്റെ അടുത്ത് എടുക്കാനില്ല. പറയാൻ്റെ കുറച്ചും കൂടെ എപ്പോഴും പറയണ്ടല്ലേ. പിന്നെ വിളിക്കാം. എന്ത് കാറെങ്കിൽ കാറ് നടന്നാൽ മതിയെന്നു. ഈ നാട്ടില് ഇങ്ങനെ കൊടുക്കുന്നൊരു കല്യാണം ഇതാദ്യമായിട്ടാ. നിങ്ങളെ നാട്ടിലെ രീതിയൊക്കെ ഒന്ന് പറ. പെണ്ണിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു എഗ്രിമെന്റ് വേണം. അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിന്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അതെല്ലാം നമ്മൾ ബ്രിഗേഡ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നാട്ടില് ഒരു തനതായ സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഗ്രിമെന്റ് ഉണ്ടാക്കാനും മുമ്പോട്ട് പോകാനും. എല്ലാം ഓക്കെ. എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ചേച്ചി അതിവിടെ ബ്രോക്കർ പറഞ്ഞ് റെഡിയാക്കി വെച്ചാ അതൊന്ന് വായിക്കാം. മലയാളത്തിലും കന്നഡയിലുണ്ട്. മലയാളത്തിൽ വായിക്കും. മേമുണ്ട് അംശം ചാത്തോത് ദേശം വാണമ്പറമ്പിൽ നാണുമകൻ ബ്രിഗേഷും കുടക് ബോണിക്കുപ്പ SR ഹാജി നഗർ സോമപ്പ കാവേരി തമ്മിൽ നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ്. എല്ലാവർക്കും കേൾക്കാനല്ല. തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ബ്രോക്കർ ചാർജ് 1 ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നെന്നും ബാക്കി പകുതി കല്യാണ തലേന്നും ബ്രോക്കർമാരെ ഏൽപ്പിക്കേണ്ടതാണ്. വധുവിന് കല്യാണം ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിനെ. 1 ലക്ഷം രൂപയും പൂ മൂടൽ കുറച്ച് നീട്ടിയിട്ടാണ്. കക്കൂസ് എടുക്കാനുള്ള ചാർജും വല്ല മാറ്റം ഉണ്ടെങ്കിൽ ആടേക്ക് വിളിക്കാം. 1.5 ലക്ഷമാണ് നമ്മുടെ കൂലി. അറിയാലോ, അത് മറക്കണ്ട. കല്യാണം ഉറപ്പ് നൽകി 1 മാസത്തിനുള്ളിൽ പൂമൂടൽ ചടങ്ങ് നടത്തപ്പെടുകയും അവിടെ നിന്നൊരു മാസത്തിനുള്ളിൽ കല്യാണം പേര് കഴിയാൻ 5000 രൂപ അധികം കിട്ടിയ ഊറോളം വേറെ ആർക്കെങ്കിലും മറക്കും. എനക്കത് തോന്നുന്നു. എന്താ മത്തി കച്ചവടം. പൂമൂടലിനുള്ള 8 തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ്. സൈൻ ചെയ്യേണ്ട ആളെ പേര് ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയാം. ഒന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഒപ്പിട്ട്. സോമപ്പ എച്ച് രാജു എച്ച് ബ്രോക്കർ തിമ്മപ്പ ഒന്നിങ്ങ് മുന്നോട്ട് അതിന് ഒപ്പിട്ടാന്നേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒപ്പിട്ടോട്ടെ. എന്തായി? പാല് വാങ്ങിക്കില്ല വനിജേ.
മറിയമ്മ എന്റെ കുന്തപ്പല്ല് നോക്കി നിൽക്കുന്നേ. പോയി ആട്ടിനെ കറന്നോളി. ആട്ടിന്റെ കറവ് വരിട്ട് 6 മാസമായി വനജ. എന്നാ ഇനി പോയി വാങ്ങിക്കൊണ്ടിരി. ഞാൻ പോകൂലേ, എനിക്കിത് കാണണ്ടേ. ഇതെന്ത് കാണാനാ? എന്താ പാട്ട് സമ്മേളന? ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. കട്ടൻ ചായ കൊടുത്തോളി. അതാ നമ്മളെ സംസ്കാരം. ആ ചേച്ചി, ഞാള് ചെറുത് രണ്ടെണ്ണം അടിക്കുന്നുണ്ടേ. കുടിച്ചു കളിക്കാൻ നേരം കാലം ഇല്ലല്ലോ. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നേരവും കാലം നമ്മൾ പറയുന്നല്ലേ. മത്തി കറി വെച്ച് കൂട്ടിക്കോ. പോത്ത് കൗത്ത് കെട്ടല്ലേ. നല്ല ഉപമ. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ. ചേച്ചിനോട് പറയാം. പഞ്ചേച്ചി, ബ്രിഗേഷിന്റെ പെണ്ണാന്ന് വീഡിയോ കോള്. അതാ ഒരെണ്ണം വേണം. ഹായ്. മേഹും വനജാഹും. ഇന്ത്യ അല്ല, കന്നഡല്ലേ. ഇവരു നമ്മ പാർട്ടി സെക്രട്ടറി. LDF. നാം എത്ര കഷ്ടപ്പാടൊക്കെ എടുത്തു. ഓളെ കഷ്ടപ്പാട് തീരുമല്ലോ നമ്മളെ പൈസ കൊടുത്തിനല്ലോ. ലാൽ സലാം. ആ ലാൽ സലാം. ഏടത്തി മതിയാക്കടാ. ദേ ഇങ്ങടെ മരുമോളാ. എടെ കാണട്ടെ. കാണുന്നില്ല വനജ, ഒരു കറുപ്പ്. പിടിച്ചോ. നോക്കട്ടെ. മോനെ, ആരെയാ നീ കണ്ടുപിടിച്ചേ? വനജേ, ഇപ്പണ്ട് വേണ്ട. ഇവളും എല്ലാം ഒരു ആട്ടിയേറ്റ പണിയാ. ഇങ്ങനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന നാട്ടുകാരുടെ പോത്ത് നോക്കട്ടെ. ഞാൻ കേട്ടൂല, ഈ കൊല്ലം ഞാൻ കേട്ടൂല. എന്റെ ജീവൻ പോയാലും കാണാൻ കിട്ടൂലെ. എന്ത് നട കാണുന്നത്? അമ്മ ഇത് നൈറ്റ് ഡ്രസ് അല്ലേ? എന്തൊക്കെയായാലും ഈ പെണ്ണിന് ഈ പറ്റില്ല. എനിക്ക് വേണ്ട. ഞാനല്ലേ ആയിരിക്കണ്ടേ? സ്വന്തം അമ്മ എന്നെ മുടക്കാൻ ഞാൻ എന്താക്കും? എനിക്കാരും വേണ്ട. പോടാ. ഒരു ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. ജട്ടിയില്ലാത്ത പെണ്ണെ കൊണ്ടുവാ. പോ. അങ്ങനെ അതും പേടി ആയിഷ. എൻ്റെ അമ്മയ്ക്ക് ഷഡ്ഡിയിട്ട പെണ്ണുങ്ങളെ പറ്റൂല. എൻ്റെ ഉമ്മ, എൻ്റെ മറിയമ്മ എടുത്തു തന്ന പൈസ മൊത്തം പോയി. പൈസ പോട്ടടി. ഒരു ഈർക്കിലി കമ്പയില് സാരി ചുറ്റിയ പെണ്ണിനെങ്കിലും എനിക്ക് തന്നൂടെ ആയിഷ? ഞാൻ അത്രയ്ക്ക് മോശ. മോനെ ബ്രിഗേഷേ, എനിക്ക് കിഴങ്ങ് പുഴുങ്ങിയ വേണം മോനെ. വേണ്ട മറിയമ്മ, എല്ലാം പോയി മറിയമ്മ. എനിക്ക് തുപ്പി കളിക്കാൻ കോളാമ്പ് കിട്ടിയെന്ന് പറഞ്ഞ. എന്തിനാടാ നീ പൈകാര്യം പോലെ കരയുന്നേ? അത്ര മുട്ടുണ്ടെങ്കിൽ വായത്തട വെട്ടിക്കോടാ. കഴുത കരഞ്ഞു തീർക്കും, നീ കള്ളു കുടിച്ചു തീരും. പോയി ചാവട. അളിയാ കള്ള ആഴത്തിൽ ഒളിച്ചിക്കാണ്ട് വാടാ. വെള്ളിപ്പുറത്തിലളിയ ശ്രീനാഥ് ഞാൻ തൊട്ടാ കൈ വിട്ടു. ആകെ ഒരു പെട്ടു. അച്ചുട്ടി ഒരാൾക്ക് വന്നിട്ടാ. ആ രണ്ടാളും ഉണ്ടല്ല. എന്താ ബിരിയാണി. ചിക്കൻ ഉണ്ടോ?
ദുബായ് പോക്കറെ വീട്ടിലെ മംഗലത്തിന് പൊലച്ചക്ക് വെച്ച ചോറ ഇഞ്ഞായിട്ടത് വേസ്റ്റ് ആക്കണം. ഒന്ന് പോയിക്കോട് പാപ്പാ. നിങ്ങളാരാ മമ്പറും തങ്ങളോ ദാനധർമ്മ വന്നിക്ക്? ആ എനിക്ക് നല്ല കഞ്ഞും ചമ്മന്തിയും തന്നെയാ. അയച്ചുട്ടി അതിൻ്റെ നോല് പൊട്ടി. ഈ ഏടുന്നാടാ മന്ദ ഹൗസിനടിച്ചേ? റമ്മ കെട്ടിക്കോളും. എന്ത് വാങ്ങാത്തില്ല കേട്ടോ, ബോധം പോയാൽ മതി. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീരുള്ളല്ലേ. ഇനി എൻ്റെ അവസാനത്തെ ഐഡിയ എനിക്ക് പറഞ്ഞുതരാം. ബ്രിഗേഷേ, എൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാ പ്രേമിച്ച് സെറ്റാക്കാൻ പറ്റി? എനിക്ക് പ്രേമം എനക്കാവുകയല്ല. എനക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ പ്രേമം തോന്നിയിട്ടുള്ളൂ, ഒരേ ഒരു പെൺകുട്ടിയുടെ.